Welcome to Garam Masala, the magic spices of cooking. ഓംലെറ്റ്. ഇന്ന് നമുക്ക് ഇന്ത്യൻ സ്ട്രീറ്റ് ഫുഡായ ഓംലെറ്റ് എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് നമുക്ക് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള ഒരു മീഡിയം സൈസ് സവാള, ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില, 1/2 ടീസ്പൂൺ ഇഞ്ചി ക്രഷ് ചെയ്തത് ഇവയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതിനെ ഒരു ഗ്ലാസ്സിലോട്ട് എടുക്കാം. ആദ്യം നമുക്ക് സവാള എടുക്കാം. അടുത്തതായി നമുക്ക് കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി ഇവ കൂടെ എടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കണം. ഇതിലോട്ട് നമുക്ക് 1-2 ടേബിൾ സ്പൂൺ പാലൊഴിച്ചു കൊടുക്കണം. പാലൊഴിക്കുന്നത് നമ്മുടെ ഓംലെറ്റ് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നതിന് വേണ്ടിയും നല്ല സോഫ്റ്റ് ആയിരിക്കാൻ വേണ്ടിയുമാണ്. അടുത്തതായി ഇതിലോട്ട് മുട്ട ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിനെ നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. ഇത് നന്നായി പതഞ്ഞു വരണം. ഇനി നമുക്ക് ഓംലെറ്റ് തയ്യാറാക്കാം. ഇതിനു വേണ്ടി നമുക്കൊരു പാൻ ചൂടാക്കിയെടുക്കാം. ഇതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യിന് പകരമായി എണ്ണയും ഉപയോഗിക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സ്ചർ ഒഴിച്ചു കൊടുക്കാം. ചെറുതായി ഒന്നുകൂടെ ബീറ്റ് ചെയ്തതിന് ശേഷം വേണം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ. നമുക്കിതിനെ നന്നായി സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇതിൻ്റെ അടിഭാഗം ഒന്ന് സെറ്റായി വരട്ടെ. അതിനുശേഷം നമുക്കിതിനെ തിരിച്ചിട്ട് കൊടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുത്താൽ മതി. മുകൾ ഭാഗം കൂടെ 1-2 മിനിറ്റ് വേവിച്ചെടുക്കണം. ഇതിനെ ഒരുപാട് വേവിച്ചെടുക്കരുത്. ഒരുപാട് വേവിച്ചെടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ സോഫ്റ്റ്നെസ് നഷ്ടപ്പെടും. നമുക്കിതിനെ സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ഓംലെറ്റ് തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ ചൂടോടുകൂടെ തന്നെ സെർവ് ചെയ്യാം. താങ്ക് യു.